ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല, ഇനി മാസം ജയിലിൽ. 14 ദിവസം ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാതി നടത്തിയതിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് എറണാകുളം CJM കോടതി 2 ജാമ്യം നിഷേധിച്ചെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇനി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകനായ B രാമൻപിള്ള ഹാജരായിട്ടും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഗൗരവമേറിയ തെറ്റ് എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് ഇത്തരം കുറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെയാകുമെന്നും പ്രതി നിരന്തരമായി പരാതിക്കാരെ അധിക്ഷേപിച്ചതിന് തെളിവുണ്ടെന്നുമായിരുന്നു വാദിഭാഗം വാദിച്ചത്. മോശം പെരുമാറ്റത്തോടുള്ള എതിർപ്പ് ഹണി അറിയിച്ചിരുന്നു. ദുരുദ്ദേശത്തോടെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ കയ്യിൽ പിടിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്നും നടി പരാതിയിൽ പറഞ്ഞതുപോലെ താൻ നടിയെ സ്പർശിച്ചിട്ടില്ല എന്നുമായിരുന്നു പ്രതി കോടതിയിൽ പറഞ്ഞത്. എന്നിട്ടും ജാമ്യം നിഷേധിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ജയിലിലേക്ക് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്നും നടി പരാതിയിൽ പറഞ്ഞതുപോലെ താൻ സ്പർശിച്ചിട്ടില്ല എന്നുമൊക്കെയായിരുന്നു ബോച്ചെ കോടതിയിൽ വാദിച്ചത്. സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് ഈ പരാതിക്കാരിയെന്നും അതുകൊണ്ട് തന്നെ ജ്വല്ലറിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നടിയെ കൊണ്ടുവരികയായിരുന്നു. ഉദ്ഘാടന ചടങ്ങിനിടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയായിരുന്നു എന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. മാപ്പ് പറയുന്ന തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും കോടതിയിൽ വെച്ച് ബോബി മാധ്യമങ്ങളോടും പ്രതികരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ വയനാട്ടിലെ റിസോർട്ടിന് സമീപത്തു നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് 12:45 കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് എത്തിച്ചത്. അതേസമയം ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന സംഭവത്തിൽ താൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും തന്നെയായിരുന്നു ബോച്ചെ വാദിച്ചുകൊണ്ടിരുന്നത്. താൻ തെറ്റുകാരനല്ലെന്നും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നത് മാത്രമാണ് തനിക്കെതിരെയുള്ള കേസെന്നുമായിരുന്നു ബോച്ചയുടെ പ്രതികരണം. ഇതിനിടെ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഗൗരവമായ കുറ്റമെന്നും ജാമ്യം നൽകരുത് എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ വിചാരണ നടത്തിയത്. മാത്രമല്ല ഡിജിറ്റൽ തെളിവടക്കം ഹാജരാക്കാമെന്നും കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ തന്റെ ശരീരത്തിൽ പരിക്കുണ്ട് എന്നായിരുന്നു ബോബി മജിസ്ട്രേറ്റിനോട് പറഞ്ഞത്. കാലിനും നട്ടലിനും പരിക്ക് പറ്റിയെന്നായിരുന്നു അറിയിച്ചത്. പോലീസ് മർദ്ദിച്ചിട്ടൊന്നും അല്ലാതെ തന്നെ വീണു എന്നതായിരുന്നു ബോബി ചെമ്മണ്ണൂർ കോടതിയെ ധരിപ്പിച്ചതും. ബോബിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടും ഇപ്പോൾ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലേക്കും തുടർന്ന് ജയിലിലേക്കും പോകുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.